ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം, 12 വയസ്സിൽ ദേശീയ പതാകയും ഏന്തി ബ്രിട്ടീഷ് പോലീസുകാരുടെ മുമ്പിലൂടെ, അന്ന് ബ്രിട്ടീഷ് ഭരണം നടക്കുന്ന കാലത്ത്, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, 12 വയസ്സുള്ള വിദ്യാർത്ഥികൾ, അതിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിപ്പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തവരെ, കോഴിക്കോടാണ്, ഫറോക്കിൽ, അവരെ കോടതിയിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് ചോദിച്ചു, എന്തായിരുന്നു പരിപാടി? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഡൽഹിക്ക് പോവുകയായിരുന്നു. നിങ്ങൾ ഡൽഹിക്ക് പോയത് എന്തിനാ? മഹാത്മാഗാന്ധിയുടെ ആഹ്വാനമുണ്ടായിരുന്നു, ഡൽഹി ചലോ. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് എല്ലാവരും ചലിക്കുവാൻ വേണ്ടി, എല്ലാവരും സഞ്ചരിക്കുവാൻ വേണ്ടി, എത്തിച്ചേരാൻ വേണ്ടി മഹാത്മാഗാന്ധിയുടെ ആഹ്വാനമുണ്ടായിരുന്നു. അത് ഞങ്ങൾ പത്രത്തിലൂടെ വായിച്ചു. അത് കേട്ട് അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ മാർച്ച് നടത്തിയത് എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളോട് അന്നത്തെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങൾ വിദ്യാർത്ഥികളാണ്, നിങ്ങൾ പോയി പഠിക്കൂ എന്ന് പറഞ്ഞവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി പഠിക്കാൻ വിട്ട ഒരു കഥയുണ്ട്, കഥയല്ല സംഭവമുണ്ട്. ആ വിദ്യാർത്ഥി പിൽക്കാലത്ത് മാധ്യമപ്രവർത്തകനായി. അദ്ദേഹം VM കൊറാത്ത എന്നറിയപ്പെടുന്ന, വേലായുധ മേനോൻ കൊറാത്ത എന്നറിയപ്പെടുന്ന കോഴിക്കോട്ടുകാരനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പത്രാധിപരാണ്. അദ്ദേഹം മാതൃഭൂമിയുടെ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്നു, ജന്മഭൂമിയുടെ ചീഫ് എഡിറ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹം പത്രത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം കേട്ട 12 വയസ്സുകാരന് പ്രചോദനം ഉണ്ടായതുപോലെ ഇന്ന് പ്രചോദനം ഉണ്ടാക്കുവാൻ വേണ്ടി ഏത് മാധ്യമത്തിന് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്ക് തന്നെയാണ്. ആ മാധ്യമങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയുന്ന, ധർമ്മത്തെ കർമ്മത്തിലൂടെ ആവിഷ്കരിക്കുവാൻ കഴിയുന്ന, ധർമ്മത്തിൻ്റെ ആവിഷ്കാരം നടത്തുവാൻ കഴിയുന്ന ഒരു ബോധം നമുക്ക് എന്നുണ്ടാകുന്നു, അന്ന് നമുക്ക് നമ്മുടെ ഈ സനാതന ധർമ്മത്തെയോ മാധ്യമത്തെയും നമുക്ക് താരതമ്യം ചെയ്യാനോ ഒപ്പം ചേർത്ത് വയ്ക്കുവാനോ നമുക്ക് കഴിയും. രാഷ്ട്രധർമ്മം, സന്ദേശ്, പാഞ്ചജന്യ, ഓർഗനൈസർ തുടങ്ങിയ മാസികകളിലൂടെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ തൻ്റെ ഈ ദർശനം വളരെ വിശദമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ ഒരു വലിയ പ്രഖ്യാപനം, പാഞ്ചജന്യം പത്രം അന്ന് സർക്കാരിൻ്റെ വിമർശനം നടത്തിയിരുന്ന പത്രമാണ്. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലത്തായിരുന്നു ആ പത്രത്തിൻ്റെ പ്രവർത്തനം നടന്നിരുന്നത്. അന്ന് അക്കാലത്തായിരുന്നു ദീനദയാൽജി ജീവിച്ചിരിക്കുകയും ചെയ്യുന്നത്. അന്ന് ചൈനയുമായി ഭാരതത്തിനുണ്ടായിരുന്ന ബന്ധം വഷളായിക്കൊണ്ടിരുന്നൊരു കാലം, മോശപ്പെട്ടിരുന്നൊരു കാലത്ത് റെയിൽവേയിൽ ഒരു സമരം നടന്നു. റെയിൽവേയിൽ സമരം നടന്നപ്പോൾ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ, സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരെയാണ് ഭരണം നടത്തിയത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണത്തിനെതിരെയാണ് സമരം നടത്തിയത്. പക്ഷേ പാഞ്ചജന്യ ആ സമരത്തെ എതിർത്തുകൊണ്ട് അഭിപ്രായം പ്രകടിപ്പിച്ചു, വാർത്ത എഴുതി, എഡിറ്റോറിയൽ എഴുതി. അതായത് കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന സമരത്തെ എതിർത്തുകൊണ്ട് പാഞ്ചജന്യ പത്രം, പ്രതിപക്ഷമായിരിക്കുന്ന പാഞ്ചജന്യ പത്രം ലേഖനം എഴുതിയപ്പോൾ വലിയ വിമർശനങ്ങൾക്കത് കാരണമായി. അന്ന് ദീനദയാൽ ഉപാധ്യായ നടത്തിയ ഒരു വിശദീകരണമുണ്ട്. ആ വിശദീകരണം ഇക്കാലത്തും എക്കാലത്തും മാധ്യമ മേഖലയിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ കാര്യം, രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ നിലപാടുകൾ ഓരോ കാലഘട്ടത്തിൽ മാറ്റാനാവും. അവർക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് സമരങ്ങളായാലും പ്രക്ഷോഭങ്ങളായാലും നയിക്കാനും നിയന്ത്രിക്കാനും ആവശ്യം വരും. സാധ്യമാണ്. വ്യക്തികൾക്കും ഇത് സാധ്യമാണ്, ചില സംഘടനകൾക്കും സാധ്യമാണ്. പക്ഷേ പത്രത്തിന് ഒരു ധർമ്മമുണ്ട്, മാധ്യമത്തിന് ഒരു ധർമ്മമുണ്ട്. ആ മാധ്യമത്തിൻ്റെ ധർമ്മമെന്ന് പറയുന്നത് രാഷ്ട്രത്തോടൊപ്പം നിൽക്കുകയാണ്. ഈ സമയം വിദേശ രാജ്യമായ ചൈന ഭാരതത്തിൻ്റെ അവകാശങ്ങളെയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും കവർന്നെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ഇപ്പോൾ നടക്കേണ്ടത് ഒരു സമരമല്ല. രാജ്യത്ത് ഇപ്പോൾ രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയമായതിനാൽ പാഞ്ചജന്യയുടെ ധർമ്മം ആ ഒന്നിപ്പിക്കുവാൻ വേണ്ടി ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ പക്ഷവും പ്രതിപക്ഷവുമല്ല നോക്കുന്നത്, ഞാൻ നോക്കുന്നത് രാജ്യപക്ഷമാണ്, രാഷ്ട്രപക്ഷമാണ്. ആ രാഷ്ട്രപക്ഷത്ത് നിൽക്കുമ്പോൾ തെറ്റെന്താണോ ആ തെറ്റിനെ എതിർക്കാനും ശരിയെന്താണോ ആ ശരിയെ അനുകൂലിക്കുവാനുമുള്ള ധർമ്മം നിർവഹിക്കേണ്ടതാണ് പത്രത്തിൻ്റെ ജോലി, മാധ്യമത്തിൻ്റെ ജോലി. ആ ധർമ്മമാണ് ഞാൻ നിർവഹിക്കുന്നത് പറയുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. ഇങ്ങനെ മാധ്യമപ്രവർത്തനത്തിൽ നിലപാടുകൾ കർക്കശമായി എടുക്കുകയും ആ നിലപാടുകൾ നിഷ്ഠയോടെ കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് മാറി ഇത് ലാഭകരമായ ഒരു പ്രവർത്തനത്തിലേക്ക് മാറ്റിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മാധ്യമ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ധർമ്മ അപജയം സംഭവിച്ചത്. ആ ധർമ്മ അപജയത്തെ വീണ്ടെടുക്കുവാൻ ഇനിയും നമുക്ക് അവസരമുണ്ട്. കാരണം ഈ ചിന്ത നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ വിചാരണ ചെയ്യുന്ന ഈ വിഷയം മാധ്യമ മേഖലയിലുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളിലുണ്ട്, മാധ്യമ പ്രവർത്തകരിലുണ്ട്, സമൂഹത്തിലുണ്ട്. ഈ ചിന്ത വ്യാപകമാവട്ടെ. ഈ ചിന്താ പദ്ധതിയിലൂടെ
ഉരുത്തിരിയുന്ന ഒരു പുതിയ മാധ്യമ ദർശനത്തിന് നമ്മുടെ ഈ ചെറുകോൽപ്പുഴ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ഈ വേദിയിൽ നടക്കുന്ന ഈ ചർച്ചയും നമ്മൾ ഇതിനു വേണ്ടി ചിലവിടുന്ന ഈ സമയവും അതിന് ഗുണകരമായി ഭവിക്കുമെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഈ പ്രവർത്തനം ധന്യമായി.